പാസ്ത ഡിഷസ് യൂഷ്വലി വളരെ ബ്ലാൻഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള എൻ്റെ വേർഷനിലുള്ള ഒരു പാസ്ത ഡിഷാണ്, പാസ്ത ഇൻ സ്പൈസി ടൊമാറ്റോ സോസ്. കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പാസ്ത കുക്ക് ചെയ്യണം. ഏത് ടൈപ്പ് പാസ്ത വേണേലും യൂസ് ചെയ്യാം. നന്നായിട്ട് സോൾട്ട് ഇട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1/2 കപ്പ് ചിക്കൻ ബ്രസ്റ്റാണ്, ബോൺലെസ് പീസസ് ആണ്. ഇതിലേക്ക് കുറച്ച് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഇല്ല എങ്കിൽ 2 വെളുത്തുള്ളി ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം. വളരെ കുറച്ച് പെപ്പർ പൗഡർ, ഒരു 1/8 ടീസ്പൂണൊക്കെ ഉള്ളൂ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1/4 ടീസ്പൂണിൻ്റെ പകുതി തന്നെ ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം കൂടെ വെച്ച് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇതൊന്ന് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളയ്ക്കും, പാസ്ത കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങി നമുക്കിതിനകത്തേക്ക് പാസ്ത ചേർക്കാം. പാസ്ത ഒത്തിരി ടൈപ്പ് പാസ്തയുണ്ട്, അപ്പോൾ അതിലേത് ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫ്യൂസിലി എന്ന് പറഞ്ഞ പാസ്തയാണ്. ഇതേപോലെ പെന്നയുണ്ട്, മാക്രോണി ഉണ്ട്, അങ്ങനെ ഏത് പാസ്ത യൂസ് ചെയ്യാം. ഒരു കപ്പ് പാസ്ത ഏകദേശം 100 ഗ്രാം കാണും. എപ്പോഴും പാസ്ത കുക്ക് ചെയ്യുമ്പോൾ പാക്കറ്റ് ഇൻസ്ട്രക്ഷൻസ് നോക്കുക. ഓരോ പാസ്തയ്ക്കും ഓരോ ബ്രാൻഡിനും വ്യത്യാസമുണ്ട്, കുക്കിംഗ് ടൈം വ്യത്യാസം വരും. അപ്പോൾ യൂഷ്വലി 8 to 10 മിനിറ്റ്സ്, ചിലത് 10 to 12 മിനിറ്റ്സ് അങ്ങനെ തരും. പിന്നെ ഇതൊരു 8 മിനിറ്റ്സിൽ കുക്ക് ചെയ്യാവുന്ന പാസ്തയാണ്. പാസ്ത കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. ഇതൊരു ആൽഡൻ്റെ പരുവത്തിൽ, ചെറിയൊരു ബൈറ്റ് കിട്ടുന്ന പരുവത്തിൽ വേണം കുക്ക് ചെയ്യാൻ. ഇത് കുക്ക്ഡ് ആയിട്ടുണ്ട്. 8 മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട്. 8 to 10 മിനിറ്റ്സ് എടുക്കാം. പല പാസ്തയ്ക്കും പല കുക്കിംഗ് ടൈമാണ്. ട്രെയിൻ ചെയ്യാം. കുറച്ച് ഒലിവ് ഓയിൽ, പാസ്ത കട്ടായിരിക്കാനായിട്ടൊന്ന് ഒലിവ് ഓയിൽ ഡ്രിസിൽ ചെയ്യാം. ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. കുറച്ച് ഒലിവ് ഓയിൽ, ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. കുറച്ച് ഗാർലിക്, 5 അല്ലി ഗാർലിക് ഉണ്ട്, ഫൈൻ ചോപ്പ് ചെയ്തതാണ്. ഇതിലേക്ക് ഒരു അണിയൻ, ഒരണിയനില്ല, ഒരു മീഡിയം അണിയൻ്റെ പകുതിയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒരു വേർഷനിലുള്ളൊരു സോസാണ്. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കും. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം, 2 ടേബിൾ സ്പൂൺ. അല്ല എങ്കിൽ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ തിളച്ച വെള്ളത്തിലിട്ട് ബ്ലാൻഡ് ചെയ്തിട്ട് പ്യൂറി ചെയ്തെടുത്താലും മതിയാവും, 1 ടേബിൾ സ്പൂൺ. അതിനൊപ്പം തന്നെ സ്പൈസി ആക്കാനായിട്ട് ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂണോ 3/4 ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തു. എനിക്ക് ഇച്ചിരി സ്പൈസി ഇഷ്ടമാണ്. ടൊമാറ്റോയുടെ റോ സ്മെല്ല് പോയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് മഷ്റൂംസ് ചേർക്കാം. ഞാൻ ഇവിടെ ഒരു 6 ബട്ടൺ മഷ്റൂംസ് ആണ്, അത് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. മഷ്റൂംസിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങാനായിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ 10 മിനിറ്റോളം മാരിനേറ്റ് ചെയ്തു, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് കുക്കാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അപ്പോൾ ചിക്കൻ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി സൈഡ്സിലേക്കൊന്ന് വെച്ചിട്ട് ഇവിടെ കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ, ബട്ടറിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ. വേണം സെപ്പറേറ്റ് പാനിൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ സെയിം പാനിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. മൈദയും ബട്ടറും ചെറുതായിട്ടൊന്ന് കുക്കാവണം. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കൊരു സോസിന് തിക്നെസ് കിട്ടാനും കൂടിയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പാസ്ത കുക്ക് ചെയ്ത വെള്ളം ചേർക്കാം.
1 കപ്പ് വെള്ളം ചേർത്തു. പാസ്ത കുക്ക് ചെയ്യുന്ന വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ചേർക്കാം, അല്ലെങ്കിൽ വൈൻ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പാസ്ത ചേർക്കാം. ഇനി ബാക്കിയുള്ള ഫ്ലേവറിങ് കൊടുക്കാം. വളരെ കുറച്ച് നട്ട്മെഗ്, പാഴ്സ്ലി, ഒരു 1/4 ടീസ്പൂൺ പാഴ്സ്ലി, ഒറിഗാനോ 1/4 ടീസ്പൂൺ ഒറിഗാനോ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ പാസ്ത വാട്ടർ കുറച്ചുകൂടെ ചേർക്കുകയാണ്. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് പാസ്ത വാട്ടർ ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി എരിവ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പെപ്പർ ആഡ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ടിടുക. അപ്പോൾ നല്ല സോസി ആയിട്ടാണ് നമ്മുടെ പാസ്ത ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇടാനുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബ്രോക്കലി, ലാസ്റ്റ് വെജിറ്റബിൾ ബ്രോക്കലി. ഈ ബ്രോക്കലി ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ബ്രോക്കലി ഇട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 1 to 2 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ കുക്കിംഗ് ടൈം. അങ്ങനെ എടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ. ബ്രോക്കലി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇട്ട് കുക്കാവാൻ പാടില്ല. അതിലേക്ക് കുറച്ച് ചീസ് കൂടെ ഇടാം, ഒരു 2 ടേബിൾ സ്പൂൺ ചീസ്. അപ്പോൾ ചീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പ്രോസസ് ചീസ് ഉപയോഗിക്കാം. ചെഡാർ ചീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ചെഡാർ ഉപയോഗിക്കാം. പാമിസാൻ കയ്യിലുണ്ടെങ്കിൽ പാമിസാൻ യൂസ് ചെയ്യാം. ബ്രോക്കലി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ ക്രീമുണ്ട്. ക്രീം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പാസ്ത റെഡി. ഈ പാസ്ത ഞാൻ ഇച്ചിരി ലിക്വിഡി ആയിട്ടാണ് എടുക്കുക. ഈ ഒരു സോസി കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല. ഒത്തിരി ഡ്രൈ ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ ഡ്രൈ ആക്കി വേണമെങ്കിലും എടുക്കാം. സോസ് ഒത്തിരി ലൂസ് ആക്കാണ്ടിരുന്നാൽ മതി. ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് പാഴ്സ്ലി ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് പാഴ്സ്ലി ഉപയോഗിക്കാം. അപ്പോൾ ഫ്രഷ് പാഴ്സ്ലി അല്ലെങ്കിൽ ഡ്രൈഡ് എപ്പോഴും നമുക്ക് കിട്ടും. ഡ്രൈഡ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പാസ്ത ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസ് എളുപ്പത്തിലുണ്ടാക്കി. ഈ ഒരു റെസിപ്പിയിൽ നമുക്ക് സ്പൈസ് കണ്ടൻറ്റ് എപ്പോഴും നമുക്ക് അവരുടെ ഫാമിലിയുടെ പ്രിഫറൻസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതലും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.